ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 16-നും ജൂൺ 6-നും എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റേജിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പോലെ ചെയ്യുകയാണ്. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലെ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തില് ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യം നമ്മുടെ SCERT പുതിയ പുസ്തകത്തിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇത് 10ാം ക്ലാസ്സിലെ പുസ്തകമാണ് കേട്ടോ. ഈ 10ാം ക്ലാസ്സിലെ പുസ്തകത്തില് കൃത്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തെ പറ്റിയിട്ടും ബാക്കി ഡേറ്റാസ് ഒക്കെ കിടപ്പുണ്ട്. ഇവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതേ കണ്ടോ, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇത്രയുമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് നിന്നും ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്താൻ പറ്റും. അപ്പൊ നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം, കൂട്ടത്തിൽ തന്നെ GSTയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ അടുത്ത 2 എക്സാംസുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് തൊട്ട് മുകളിൽ GST ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ GST എന്താണ്, പ്രത്യേകിച്ച് GST കൗൺസിലിനെ പറ്റിയിട്ടൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് പോകാമേ. വേണ്ട, ഉപഭോക്താവിന്റെ അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമുക്കറിയാം ആരാണ് ഉപഭോക്താവ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ആരെയാ നമ്മൾ ഉപഭോക്താവ്? നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്ന ആളാണ് ഉപഭോക്താവ്. ഈ സാധനം വാങ്ങിക്കുന്നവരെ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് അല്ലെ. ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് ഉപഭോക്തൃ പ്രസ്ഥാനങ്ങളുണ്ട് ആണല്ലോ. ആ ഉപഭോക്തൃ പ്രസ്ഥാനങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ 1966 ബോംബെയില് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പം ആരാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ മുന്നിലുള്ള ആളാരാ? ബോംബെയില് 1966 കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അത് രൂപീകരിച്ചതോടു കൂടിയിട്ടാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം വരുന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹ്യ മുന്നേറ്റമായിരുന്നു ഈ പറയുന്ന ബോംബെയിലെ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമായിരുന്നു ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത്. അപ്പൊ ഇവരുടെ ലക്ഷ്യങ്ങളായിരുന്നു ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകളെ തടയുക, ഉപഭോക്താക്കളെ കുറച്ചുകൂടി ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക, പരസ്യങ്ങളിൽ നിന്നും സത്യസന്ധമായ വിവരങ്ങളാണെന്നെല്ലാം ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. ഇതൊക്കെയായിരുന്നു 1966 ഫോം ചെയ്ത ബോംബെയിലെ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ചുമതലകൾ അല്ലെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചൂഷണങ്ങൾക്കിരയാകാതെ സുഗമമായ ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് കഴിയണം. അതിനായിട്ട് നിയമസഹായം വേണമെന്ന് മനസ്സിലാക്കുകയും 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തില് 1986 ഡിസംബർ 24-നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിന്റെ ഒരു ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച ഒരു മാർഗരേഖ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത വർഷം ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നു. അതുകൊണ്ട് ഡിസംബർ 24 എന്താ, ദേശീയ ഉപഭോക്തൃ ദിനമാണ്. ഇതും സ്ഥിരം ചോദിക്കാറുണ്ട്. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24-നാണ്. അങ്ങനെ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാ വന്നത് 1986-ലാണ്. അപ്പൊ 1986 പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയ ഒരു നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അനിവാര്യമായിട്ട് വന്നു. അങ്ങനെയാണ് 2019 ഇത് അമെൻമെന്റ്, അതായത് പുതിയൊരു നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വരുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. അപ്പൊ 86 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായിട്ട് 2020 ജൂലൈ 20-നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019 വരുന്നത്. 2020 ജൂലൈ 20, എല്ലാം 20 കണ്ടോ. അപ്പം ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 മാറിയിട്ട് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 20 ജൂലൈ 2020. അപ്പൊ ഈ നിയമം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ ഓൺലൈൻ ഒക്കെ വന്നതുകൊണ്ട് അതാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായിട്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചു. ഈ നിയമപ്രകാരം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചു.
ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ കുറച്ചുകൂടെ ലളിതാക്കി. മായം കലർന്ന വ്യാജവസ്തുക്കളുടെ നിർമ്മാണം, വിൽപ്പന നടത്തുന്നവരെ ശിക്ഷിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടഞ്ഞു. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉറപ്പു നൽകി. അപ്പൊ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ നിശ്ചിത വിഷയങ്ങളിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ചില നിയമങ്ങൾ കൂടി നിലവിലുണ്ട്. ഉദാഹരണമായിട്ട് പണ്ട് തൊട്ടേ ഉള്ളതാണ് 2006 ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട്. ഭക്ഷ്യോൽപാദനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനാണ്. അപ്പൊ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നമുക്ക് സുരക്ഷിതത്വം വേണം. ജീവനും സ്വത്തിനും അപകടകരമായിട്ടുള്ള സാധന സേവനങ്ങളുടെ വിപണനങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശം വേണം. അപ്പൊ ഇവിടെ ഉണ്ട് സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഒന്നാമതുണ്ട്. രണ്ടാമത് എന്താ? തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതായത് ഈസ്റ്റേണും പല ബ്രാൻഡുള്ള ഒരു ചിക്കൻ മസാല ഉണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് ഇഷ്ടമുള്ളത് നമുക്ക് എടുത്താൽ പോരെ, അല്ലാതെ നമ്മളെ ആരും അടിച്ചേൽപ്പിക്കത്തില്ല. അറിയാനുള്ള അവകാശമുണ്ട്. അതിന്റെ അളവ്, പരിശുദ്ധി, വില നിലവാരം, ഗുണമേന്മ ഇതൊക്കെ അറിയാനുള്ള അവകാശമുണ്ട്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചൂഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം തേടാം, റിഡ്രസൽ ഉണ്ട്. അതുപോലെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങളും നമുക്കുണ്ട്. ഈ പറഞ്ഞുകൊണ്ട് തന്നെ അറിവുകൾ നേടാനുള്ള ഒരു അവകാശം കൂടെ നമുക്കുണ്ട്. അപ്പൊ സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തെരഞ്ഞെടുക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്തുണ്ട്? ഉപഭോക്തൃ കോടതികളുണ്ട്, അല്ലെ? ഉപഭോക്തൃ കോടതികള് 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതോടു കൂടിയിട്ടാണ് ഉപഭോക്തൃ കോടതി വരുന്നത്. ഇതോടെ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെടുകയും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായിട്ട് ട്രിബ്യൂണലുകൾ രൂപീകരിക്കൽ, അതായത് ഒരു കോടതിയിലോട്ട് കോമൺ കോടതി ചെന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഉപഭോക്തൃ കോടതികൾ കൊണ്ടുവന്നത്. അങ്ങനെ ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനത്തിൽ സുപ്രീം കോടതിയാണ് ഏറ്റവും മുകളിൽ. അതായത് ഇങ്ങനെയാണ് പോകുന്നത്. ഈ രീതിയിലാണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എവിടെ വരെ ഉള്ളതാണെന്ന് പ്രീവിയസ് ചോദ്യമാണ്. 1 കോടി വരെയുള്ള നഷ്ടപരിഹാരമാണ് ഇവർ അങ്ങനത്തെ കേസുകളാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സംസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ 1 മുതൽ 10 കോടി വരെയാണ് നഷ്ടപരിഹാരമെങ്കിൽ അത് സംസ്ഥാനത്തിന് പോകും. 1 കോടി വരെയാണ് ജില്ല, 1 തൊട്ട് 10 വരെയാണെങ്കിൽ സംസ്ഥാനം, 10 കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട്. ഏറ്റവും മുകളിൽ അവിടെയും സുപ്രീം കോടതിയുണ്ട്. അപ്പൊ ഇതൊരു പ്രീവിയസ് ചോദ്യമായിരുന്നു. എത്ര കോടി രൂപ വരെയാണ് ജില്ല, എത്ര കോടി രൂപ വരെയാണ് സംസ്ഥാനം, എത്ര കോടി രൂപ വരെയാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ? ഇത് പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ ഇന്ത്യയിൽ ആകമാനം 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട്. ഇതിനെല്ലാം മുകളിലായിട്ട് നാഷണൽ കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ എന്നൊരു അപ്പെക്സ് ബോഡിയും കൂടെ ഉണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ എന്തുണ്ട്? ഒരു ത്രിതല ഉപദേശക സമിതികളും നിലവിലുണ്ട്. അത് ഏതൊക്കെയാ? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചേക്കാം. ഇനി അടുത്ത ഒരു കാര്യം കൊടുത്തിരിക്കുന്നത് കണ്ടോ? നമുക്ക് പലതരം തട്ടിപ്പുണ്ടാവും. ഒന്ന്, നമ്മളെ ഈ ഫീസൊക്കെ കൊടുത്തിട്ട് ദൂരെ പോകും പഠിക്കാൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, നമുക്ക് പൈസ നഷ്ടപ്പെട്ടു. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പാണെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം? UGC, AICTE, സ്റ്റേറ്റ് ബോർഡ് എന്നിവയായിട്ട് ബന്ധപ്പെടുക. ഉപഭോക്തൃ ഫോറത്തെ നമുക്ക് പോയി പറയാം, അല്ലെങ്കിൽ പോലീസിൽ ഡയറക്റ്റ് പരാതി കൊടുക്കാം. വിദ്യാഭ്യാസ മന്ത്രാലയവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. ഇനി നമുക്ക് മെഡിക്കലി ആണെങ്കിലോ സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിലെ ഗ്രീവൻസ് പോർട്ടൽ വഴി പരാതി കൊടുക്കാം. അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സഹിതം നമുക്ക് പരാതി കൊടുക്കാം. ഗുരുതരമായിട്ടുള്ള ആരോഗ്യ തട്ടിപ്പുകൾക്കൊക്കെ ആണെങ്കിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉണ്ടല്ലോ, PIL, അത് ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ആരോഗ്യ സേതു ആപ്പ് ഉണ്ട്, അതുവഴി പരാതി കൊടുക്കാം. ഇനി വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കുക, ഇപ്പൊ സ്ഥിരം ഉള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്ടറേറ്റ് ഓഫ് ദി എമിഗ്രന്റ് വഴി പരാതിപ്പെടാം. IPC സെക്ഷൻ 420 പ്രകാരം കേസ് ഫയൽ ചെയ്യാം. വിദേശത്ത് എത്തിയ ശേഷമാണ് പറ്റിക്കപ്പെടുന്നതെങ്കിൽ ഇന്ത്യൻ എംബസി ഹൈ കമ്മീഷനിൽ പരാതി കൊടുക്കാം. പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാം. അതിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1800 11 30 90 എന്നുള്ളത്. ഇനി ഓൺലൈനിൽ നമ്മളെ തട്ടിപ്പ് നടത്തി, അപ്പൊ നമ്മൾ എവിടെ പോകും? സൈബർ ക്രൈമിൽ കൊടുക്കും. അല്ലെങ്കിൽ CERT എന്ന പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യും. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴി info@cert.in.org.in എന്ന അഡ്രസ്സിൽ പരാതി കൊടുക്കുക. ഇനി ബാങ്കിങ് ആണെങ്കിലോ അവിടെ നമ്മൾ ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, ബ്രാഞ്ച് മാനേജറെ പോയി നമ്മുടെ ബാങ്കിന്റെ സമീപിക്കാം. അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ബാങ്ക് മറുപടി തരാത്ത പക്ഷം നമുക്ക് RBI ഓംബുഡ്സ്മാനെ പോയി കാണാം. ഓക്കെ, അവിടുത്തെ ടോൾ ഫ്രീ നമ്പറാണ് 1444 എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നമ്മൾ GSTയെ പറ്റിയിട്ടൂടെ പറയാൻ പോവാണേ. GST ഇപ്പൊ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ GST എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം,
നമ്മുടെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായ വില, ഗുണനിലവാരം, വാറന്റി, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണയില്ലാത്ത ഉപഭോക്താക്കളെ എല്ലാവരും കബളിപ്പിക്കപ്പെടും. അപ്പൊ ഇത്തരം ചൂഷണങ്ങളൊക്കെ ഒഴിവാക്കാനും സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ബില്ല് ലഭിക്കേണ്ടത് ഉപഭോക്താവിന്റെ അവകാശമാണെന്നൊന്നും പണ്ട് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ബില്ലില് GST നമ്പർ ഉണ്ടോ എന്ന് ഇപ്പം നോക്കി ഉറപ്പൊക്കെ വരുത്തണം. അപ്പൊ GST എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഭരണഘടനയിൽ 101 ഭേദഗതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നു. സ്ഥിരമായിട്ട് ചോദിക്കും. പലതരത്തിലുള്ള നികുതികൾ ഒന്നാക്കി ഒരു രാജ്യം ഒറ്റ നികുതി എന്ന ആശയത്തിലൂടെ സമ്പദ് വ്യവസ്ഥ സുതാര്യമാക്കുകയാണ് GSTയുടെ ലക്ഷ്യം. അപ്പൊ GSTയിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെ പല നിരക്കുണ്ട്. ഇതും ചോദിച്ചിട്ടുണ്ട്. GSTയിൽ നിന്ന് ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങളുണ്ട്. GSTയുടെ ഘടന പ്രകാരം നാം നൽകുന്ന GSTയുടെ 50% ആർക്ക് പോരും? സംസ്ഥാന GSTക്ക് പോകും. സ്റ്റേറ്റ് GST 50% കേന്ദ്ര സർക്കാരിന്. അപ്പൊ അത് 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികള് GST രജിസ്ട്രേഷനും എടുക്കണമെന്ന് നിർബന്ധമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് GST കൗൺസിൽ ചോദിക്കാം. അപ്പൊ GST കൗൺസിൽ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ചോദിച്ചിട്ടുണ്ട്. 279A ആണ്. ആർട്ടിക്കിൾ 279A പ്രകാരം GST കൗൺസിലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. 279A പ്രകാരം GST കൗൺസിൽ സ്ഥാപിക്കുന്നത് ആരാ? രാഷ്ട്രപതി ആയിരിക്കും. ഓക്കെ, അപ്പം 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളായിരിക്കും GST കൗൺസിലുള്ളത്. എത്ര കേന്ദ്രമന്ത്രിമാര്? 2 പേര്. 33 അംഗങ്ങൾ ഉണ്ടായിരിക്കും ഇതിനകത്ത്. അപ്പം പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാ? കേന്ദ്ര ധനകാര്യമന്ത്രി, കേന്ദ്ര റവന്യൂ ഫിനാൻസ് സഹമന്ത്രി, സംസ്ഥാന ധനകാര്യ മന്ത്രിമാർ, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും നാമനിർദ്ദേശം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രി. അത്ര ആൾക്കാരുണ്ടായിരിക്കും. GST കൗൺസിൽ ചെയർമാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് GST കൗൺസിൽ ചെയർമാൻ. നിലവിൽ നിർമ്മല സീതാരാമൻ. GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആരാ? കേന്ദ്രത്തിന്റെ റവന്യൂ സെക്രട്ടറി ആയിരിക്കും GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി. അപ്പൊ സെക്രട്ടറി ആരുടെ? കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആയിരിക്കും എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ GST കൗൺസിലിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും പ്രത്യേക ക്ഷണിതാവാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് ആൻഡ് കസ്റ്റംസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം GST കൗൺസിൽ എന്താണ് നമ്മൾ പഠിച്ചു. GST കൗൺസിലിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ GST കൗൺസിലിലെ എല്ലാ നടപടിക്രമങ്ങളിലും ഒരു ക്ഷണിതാവ് ഉണ്ടായിരിക്കും. അതാരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റം ചെയർപേഴ്സൺ ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. പിന്നെ നമുക്കറിയാം ഈ GST കൗൺസിലിന്റെ കുറച്ച് സമിതി നൽകുന്ന ശുപാർശകളുണ്ട്. അപ്പം ഈ ഒരു GSTയിൽ ലയിപ്പിക്കാവുന്ന കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികള്, സെസ്സുകള്, സർചാർജുകള് ഇതിനകത്ത് ഇവർക്ക് ശുപാർശ ചെയ്യാം. അതുപോലെ GSTക്ക് വിധേയമാകുന്ന അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന ചരക്കുകളും സേവനങ്ങളും ഇവര് ശുപാർശ ചെയ്യും. മാതൃകാ GST നിയമങ്ങള്, GST ഈടാക്കുക തത്വം, അനുച്ഛേദം 269A പ്രകാരം അന്തർ സംസ്ഥാന വാണിജ്യ വ്യാപാരങ്ങൾ, അതായത് നമ്മളറിയാം ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയും അല്ലെ. ആ ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നതിനകത്ത് നികുതി പങ്കുവയ്ക്കുന്ന എങ്ങനെയാണ്, വിതരണ സ്ഥലത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങൾ, ഇതൊക്കെ ഇവരെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നത്. പ്രകൃതിക്ഷോഭം, ദുരന്തം എന്നിവ ഉണ്ടാകുമ്പോൾ വരുമാനം ഉയർത്തുന്നതിനായിട്ട് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഏതെങ്കിലും പ്രത്യേക നികുതി നിരക്കൊക്കെ നിശ്ചയിക്കുന്ന ഈ GST കൗൺസിലായിരിക്കും. അതുപോലെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകള്, സേവനങ്ങള് GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം തീരുമാനിക്കുന്നത് ഇവരായിരിക്കും. GSTയിലെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് ഈ GST കൗൺസിലായിരിക്കും. അപ്പൊ എന്താണ് GST എന്നും എന്താണ് GST കൗൺസിൽ എന്നും ഒന്ന് നോക്കി വെച്ചേക്കാം. GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ 279 ആണ് കേട്ടോ. 279A ആണ്. അതുപോലെ ഈ ഒരു പ്രൊവിഷൻ GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പ്രൊവിഷൻ നിലവിൽ വരുന്നത് 2016 സെപ്റ്റംബർ മാസം 12 ഓക്കെ ആണല്ലോ. അപ്പൊ GST കൗൺസിൽ പ്രസിഡന്റ് ഉണ്ടാക്കിയത് എന്നാണ്? സെപ്റ്റംബർ 15 2016 GST കൗൺസിൽ ഇദ്ദേഹം രൂപീകരിക്കുന്നത്. അപ്പൊ അത്രയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. വരും ദിവസങ്ങളിലുള്ള ചോദ്യങ്ങൾ മിക്കവാറും GSTയിൽ നിന്നൊക്കെ വരും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.